പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന മലയോര സമര പ്രചരണ ജാഥ ഇപ്പോൾ ജില്ലയിൽ പ്രവേശിച്ചിരിക്കുന്നു. ജില്ലയിലെ 3 കേന്ദ്രങ്ങളിലാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നത്. അടിമാലിയിൽ സ്വീകരണ പരിപാടികൾ നടക്കുന്നു. UDF കേരളത്തിൽ അധികാരത്തിലെത്തിയാൽ ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളിൽ പരിഹാരം കാണുമെന്നും വി ഡി സതീശൻ സംസാരിക്കുന്നു. സംസ്ഥാനത്തിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് കൂടുതൽ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ മോൻസി ജോസഫ് അടക്കമുള്ള MLA-മാരിയ്ക്കുന്നു. ഒരു സെഷനിൽ പോലും മലയോരത്തെ ഈ വിഷമങ്ങൾ പറയാതെ ഒരു നിയമസഭാ സമ്മേളനവും ഞങ്ങൾ പോയിട്ടില്ല. നിരവധി പ്രാവശ്യം. പക്ഷെ നിസ്സംഗതയാണ്, ഒരു പ്രതികരണവുമില്ല. ഇപ്പോൾ വനാതിർത്തികളിൽ ഞങ്ങൾ പോയല്ലോ, ഭീതിയിലാണ്, പേടിയാണ്. രാത്രി ഒരു കരിയിലനങ്ങിയാൽ പേടിയാണ്. ബത്തേരി ഞങ്ങൾ ചെന്നപ്പോൾ പറഞ്ഞത് 5 കടുവ ഇറങ്ങിയിരിക്കുകയെന്ന. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുമോ? പുല്ല് പറിക്കാൻ പോകാൻ പറ്റുമോ? ആശുപത്രിയിൽ പോകാൻ പറ്റുമോ? ഒന്ന് കൃഷി മുഴുവൻ നശിച്ചു. പശുവിനെ കറന്നാണ് മിക്കവാറും പേര് ജീവിക്കുന്നത്. കറന്ന പാല് കൊണ്ടുപോയി സൊസൈറ്റി കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമോ? പേടിയാണ്, ഭയമാണ്. ഞങ്ങൾ വയനാട്ടിൽ ചെന്നപ്പോൾ 9 പേരെയാണ് കടുവ കൊന്നത്. ആറളത്ത് ചെന്നപ്പോൾ 17 പേരെയാണ് ആന ചവിട്ടിക്കൊന്നത്. ഈ ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ എത്ര പേരെയാണ് വന്യമൃഗങ്ങൾ ആക്രമിച്ചത്? കൃഷി നടത്താൻ പറ്റുമോ? എന്നിട്ട് നിയമസഭയിൽ ഗവർണറുടെ പ്രസംഗത്തിൽ സർക്കാർ എഴുതി വച്ചിരിക്കുക കേരളത്തിൽ വന്യജീവി ആക്രമണം കുറഞ്ഞു വരികയാണ്. ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഏത് ഗ്രഹത്തിലാണ് ജീവിക്കുന്നത്? സർക്കാർ തന്ന കണക്കുണ്ട് ഞങ്ങളുടെ കയ്യിൽ. കഴിഞ്ഞ 2018 മുതൽ 60,000-ത്തിലധികം വന്യജീവി ആക്രമണങ്ങൾ കേരളത്തിൽ. മരിച്ചത് എത്ര പേരാ? 1000-ത്തിലധികം ആളുകൾ മരിച്ചു. 8,000-ത്തിലധികം. വിശദാംശങ്ങളുമായി അഖിൽ രാമചന്ദ്രൻ ചേർന്നു. അഖിൽ, ഇപ്പോൾ ജില്ലയിൽ പ്രവേശിച്ചിരിക്കുന്നു. ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ജില്ലയിൽ 3 കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം ഒരുക്കുന്നത്. ഇപ്പോൾ ആദ്യ സ്വീകരണം അടിമാലിയിൽ നടക്കുന്നു. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അടിമാലിയിലെ ആദ്യ സ്വീകരണ പരിപാടികൾ പൂർത്തിയായിട്ടുണ്ടോ? അഖിൽ, നിതിൻ സൂചിപ്പിച്ചത് തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന മലയോര സമര പ്രചരണ യാത്ര ജില്ലയിൽ പ്രവേശിച്ചിരിക്കുന്നു. യാത്രയ്ക്ക് ആദ്യ സ്വീകരണം അടിമാലിയിൽ ഒരുക്കി. ഏറെ ആവേശജനമായാണ് പ്രവർത്തകർ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ഈ ജാഥയ്ക്ക് അടിമാലിയിൽ നൽകിയ സ്വീകരണം. അടിമാലിക്ക് പുറമെ ഇനി കട്ടപ്പനയിലും അതുപോലെ കുമളിയിലുമാണ് യാത്രയ്ക്ക് സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. അവിടങ്ങളിലെ സ്വീകരണമായി നടക്കാനിരിക്കുന്നത്. അടിമാലി സെൻട്രൽ ഈ പ്രതിപക്ഷ നേതാവിനെ പ്രവർത്തകർ ആവേശത്തോടെ സ്വീകരിച്ച നടന്ന സമ്മേളനം UDF കൺവീനർ MM ഹസൻ ഉദ്ഘാടനം ചെയ്തു. ഈ മലയോര മേഖലയിൽ നിലനിൽക്കുന്ന വിവിധ വിഷയങ്ങളിൽ പ്രശ്നപരിഹാരം അതുപോലെ തന്നെ ഇക്കാര്യത്തിലുള്ള സർക്കാർ നിലപാടുകൾ പുറത്തിറക്കിയാണ് UDF സംസ്ഥാന കമ്മിറ്റി ഇത്തരത്തിലൊരു മലയോര സമര പ്രചരണ യാത്രയ്ക്ക് ആവേശജനമായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന മലയോര സമര പ്രചരണ ജാഥയാണ് ഇപ്പോൾ ജില്ലയിൽ പ്രവേശിച്ചിരിക്കുന്നത്. ജില്ലയിൽ 3 കേന്ദ്രങ്ങളിലാണ് ജാഥ നടക്കുന്നത്. അടിമാലിയിലും ഒപ്പം തന്നെ കട്ടപ്പന, കുമളി മേഖലകളിലുമാണ് ജാഥയ്ക്ക് വലിയ സ്വീകരണം ഒരുക്കുന്നത്. അടിമാലിയിൽ എത്തിയ ജാഥയ്ക്ക് ആവേശോജ്വലമായ സ്വീകരണമാണ് പ്രവർത്തകരും ആളുകളും ഒരുക്കിയത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ കട്ടപ്പനയിലൊപ്പം തന്നെ തുടർന്ന് കുമളിയിലും ജാഥയ്ക്ക് വലിയ സ്വീകരണം ഒരുക്കുന്നു തന്നെയാണ് ഇപ്പോൾ അഖിൽ പങ്കുവച്ചത്.